بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് സബ 18 മുതൽ 21 ആയത്ത് വരെ ആണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. وجعلنا بينهم وبين القرى وجعلنا بينهم ഐന് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. വസത്തുൽ ഹൽഖ് തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. വജഅൽന അവിടെ ലാമിനെ ഇൽഹാർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജഅൽന എന്ന് അവ്യക്തമായി കൊണ്ടോ അല്ലെങ്കിൽ ഇദ്ഗാം ചെയ്തുകൊണ്ടോ ലാമിനെ ഉച്ചരിച്ചു പോകരുത്. വ്യക്തമായി ലാമിനെ ഇൽഹാർ ചെയ്യണം. ബൈനഹും വബൈന, ഇവിടെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത്. ശേഷം വാവ് വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്ന, അൽ ഖുറ, ഖാഫ്, റാഇൻ്റെ അലിഫ് ഇതൊക്കെയും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അല്ലതി ബാറക്ന, വീണ്ടും റാഇനെ തഫ്ഖീം ചെയ്യേണ്ട പദമാണ് ബാറക്ന. എന്നാൽ റാ അല്ലാത്ത മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്, അത് ശ്രദ്ധിക്കുക. കാഫ് ഷദീദും മഹ്മൂസുമായ അക്ഷരമാണ്. ബാറക്, ബാറക്ന എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഫീഹാ, ഫീഹാ ഖുറൻ ളാഹിറ, ഖാഫ് റാ രണ്ടും തഫ്ഖീം ചെയ്യണം. വീണ്ടും ളാഹിറ, വാ അലിഫ് ഇതൊക്കെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഖുറാൻ എന്നതിലെ തൻവീനിന് ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി ഉച്ചരിക്കണം. മണിച്ചുകൊണ്ട് മറച്ചു മണിച്ചുച്ചരിക്കുക. ഖുറാൻ ളാഹിറ, മണിക്കലിലും തഫ്ഖീം വേണം, കാരണം ശേഷം വാ ഇസ്തിഅലാഇന്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട്. ളാഹിറതൻ വഖദ്ദർന, ളാഹിറ ആ റാഉം തഫ്ഖീമിന്റെ അക്ഷരമാണ്. ശേഷം വന്ന തൻവീനിനെ ശേഷം വാവ് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ളാഹിറതൻ വഖദ്ദർന, ഖാഫ് റാ ഇടയ്ക്ക് ദാല് വന്നിട്ടുണ്ട്, ഇത് ശ്രദ്ധിച്ചോതുക. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. വഖദ്ദർന റാഇനും തഫ്ഖീം കൊടുക്കുക. എന്നാൽ ഇടയ്ക്ക് ദാല് തർക്കീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. ഇപ്രകാരം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ മാത്രമേ തഫ്ഖീം ചെയ്യാവൂ, തടിപ്പിച്ച് ഉച്ചരിക്കാവൂ. മറ്റ് അക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം, എല്ലാം നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. വഖദ്ദർന ഫീഹ സൈർ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ റാഇന് തർക്കീഖാണ്, നേർപ്പിച്ചുകൊണ്ടാണ് റാഇനെ ഉച്ചരിക്കേണ്ടത്. കാരണം റാഇന് സുക്കൂനും തൊട്ടു മുമ്പിൽ സാക്കിനായ യാവും വരുന്നു എന്നതുകൊണ്ട് സൈർ എന്ന് നേർപ്പിച്ചുച്ചരിക്കുക. എന്നാൽ ചേർത്ത് ഓതുകയാണെങ്കിൽ തഫ്ഖീം ചെയ്യണം റാഇന്. വഖദ്ദർന ഫീഹ സൈറ സീറു എന്ന് ചേർത്ത് ഓതുക. സൈറ, അതുപോലെ സീറു ഈ റാഇനും തഫ്ഖീമാണ്. സീറു ഫീഹ ലയാലിയ, سيروا فيها ليالي وأياما آمنين, ليالي وأياما എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അയ്യാമൻ എന്ന പദത്തിലെ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. وأياما آمنين فقالوا ربنا, ഖാഫ് അലിഫ്
രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. റബ്ബന റാഇന് തഫ്ഖീമാണ്, തടിപ്പിക്കുക. ബാഇദ് ബൈന അസ്ഫാരിന, ബാഇദ് ദാലിന് ഖൽഖല സൂറ കൊടുത്തുകൊണ്ട് സുക്കൂനിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ബാഇദ് ബൈന അസ്ഫാരിന, എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റെതാണ്, ശ്രദ്ധിക്കുക. വളമൂ അൻഫുസഹും, വളമൂ ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. വാവിനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻഫുസഹും അതിലെ വാഇനെ തഫ്ഖീം ചെയ്യണം. വളമൂ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അൻഫുസഹും ഈ പദത്തിലെ സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി ചെയ്ത് മറച്ചു മണിച്ച് ഓതുക. അൻഫുസഹും ഫജഅൽനാഹും, അൻഫുസഹും അതുപോലെ ഫജഅൽനാഹും, ഈ സാക്കിന മീമുകളെല്ലാം ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. വീണ്ടും വരുന്നുണ്ട്. ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. അൻഫുസഹും എന്നതിലെ മീമ് ശേഷം ഫാ വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. അൻഫുസഹും സാക്കിന നൂനുണ്ട്. അൻഫുസഹും ഇഖ്ഫാ ഹഖീഖി മറച്ചു മണിച്ച് ഓതുക. അപ്പോൾ അൻഫുസഹും ഫജഅൽനാഹും അഹാദീസ്, അഹാദീസ് ഹ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. എല്ലാ അക്ഷരങ്ങളും സൂചിപ്പിച്ച പോലെ തർക്കീഖ് ചെയ്യേണ്ടവയാണ്. അഹാദീസ വമസ്സഖനാഹും, ഇതിൽ മസ്സഖ ഖാഫിന് ഖൽഖല സൂറ കൊടുക്കുക, അതോടൊപ്പം തഫ്ഖീം ചെയ്യുകയും വേണം, തടിപ്പിച്ച്. വമസ്സഖനാഹും, വമസ്സഖനാഹും കുല്ല മുമസ്സഖ, സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. കുല്ല മുമസ്സഖ, ഇവിടെ വഖഫ് ചെയ്യുകയാണ്. ഖാഫിൽ സുക്കൂൻ വരുന്നു, ഖൽഖല കുബ്ര നൽകി വ്യക്തമാക്കി ഖാഫിനെ ഉച്ചരിക്കണം. സുക്കൂൻ ഹറക്കത്ത് പോലെ, അതോടൊപ്പം ഷദീദായ മുസ്താലിയായ അക്ഷരമാണ്. ഈ പ്രത്യേകതകളൊക്കെ ഉള്ളത് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. മുമസ്സഖ, ഇന്ന ഫീ ദാലിക ഷദ്ദുള്ള നൂനിനെ മണിക്കുക. ലആയാതിൻ ലികുല്ലി, ലആയാതിൻ തൻവീൻ പൂർണ്ണമായും ശേഷമുള്ള ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇത് ബിഗൈരി ഗുന്ന. ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, സ്വാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സബ്ബാരിൻ തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ച് ഉച്ചരിക്കണം. സബ്ബാരിൻ ശകൂർ, അന്ത്യത്തിൽ വരുന്ന റായിനെ പൂർണ്ണമായി തഫ്ഖീം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക. ഷകൂർ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുകയും വേണം. വലഖദ് സ്വദ്ദഖ അലൈഹിം, വലഖദ് സ്വദ്ദഖ, ഇതിൽ വലഖദ് ഖാഫിന് തഫ്ഖീമാണ്, ദാലിന് ഖൽഖല സൂറ. സ്വദ്ദഖ സ്വാദിന് തഫ്ഖീം, വീണ്ടും ഖാഫിന് മാത്രം തഫ്ഖീം. ഇതിനിടക്ക് വരുന്ന വലഖദ് വാവ് ലാമ് ദാല്, അതുപോലെ സ്വദ്ദഖയിലെ ദാല്, ഇതൊക്കെ തർക്കീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അവയ്ക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുകയും വേണം. സ്വദ്ദഖ അലൈഹിം, അലൈഹിം ഇബ്ലീസ്, സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇബ്ലീസു ബായിന് ഖൽഖല സൂറ കൊടുക്കുക. ഇബ്ലീസു ظنه فاتبعوه, വാഹിന് തഫ്ഖീമാണ്, തടിപ്പിച്ചുകൊണ്ട് വാഹിനെ ഉച്ചരിക്കുക. മുത്ബഖായ മുസ്താലിയായ അക്ഷരമാണ്.
നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫത്തബഊഹു വന്നഹു എന്ന് പറയുമ്പോൾ ഹാഇ ദ്വമീർ മദ്ദുസ്സില സുഗ്റ നൽകി ഉച്ചരിക്കുക. ഫത്തബഊഹു ഇല്ലാ ഫരീഖം മിനൽ മുഅ്മിനീൻ. ഫരീഖൻ ഈ തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഫരീഖം ഖാഫിന് തഫ്ഖീമാണ്, പ്രത്യേകം പറയേണ്ടതില്ല, ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ഫരീഖം മിനൽ മുഅ്മിനീൻ വമാ കാന ലഹു അലൈഹിം. ലഹു മദ്ദുസ്സില സുഗ്റ നൽകി ഹാഇനെ ദീർഘിപ്പിക്കുക 2 ഹറക്കത്തിന്റെ അളവിൽ. ലഹു അലൈഹിം മിൻ സുൽത്താൻ. അലൈഹിം സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ശഫവി നൽകി മണിച്ചുകൊണ്ട് ഒറ്റ ശദ്ദുള്ള മീമാക്കി ഉച്ചരിക്കണം. അലൈഹിം മിൻ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. മിൻ സുൽത്താനിൻ ഇല്ല സുൽത്താനിൻ. ത്വാഇനും അലിഫിനും തഫ്ഖീമാണ്. സുൽത്താനിൻ എന്ന തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. സുൽത്താനിൻ ഇല്ലാ ലിനഅലമ മൻ യുഅ്മിനു. സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യാഇൽ ലയിപ്പിച്ച് മണിക്കുക. മൻ യുഅ്മിനു ബിൽ ആഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക്. മിമ്മൻ ഹുവ ബിൽ ആഖിറതി എന്ന് പറയുമ്പോൾ ഖാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം. റാഇന് പൂർണ്ണമായ തഫ്ഖീം. മിമ്മൻ ശദ്ദുള്ള നൂനിനെ മണിക്കണം. സാക്കിന നൂനിനെ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. മിമ്മൻ ഹുവ. വീണ്ടും മിൻഹ സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. ഫീ ഷക്ക്. അവിടെ കാഫിൻ്റെ ഹംസ് ഷിദ്ദ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് ആ കാഫിൽ വഖഫ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഷക്ക് എന്ന് ഖൽഖല വരരുത്, ഷക്ക് എന്ന് തീരെ കാഫ് കേൾക്കാതെയും ആവരുത്. ഫീ ഷക്ക് എന്ന് വഖഫ് ചെയ്യേണ്ടതാണ്. ചേർത്തോതുകയാണെങ്കിൽ തൻവീനിന് ഇദ്ഗാം ബിഗുന്ന കൊടുക്കണം. ഷക്കിൻ വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. വറബ്ബുക റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കണം. അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. അന്ത്യത്തിൽ വന്ന ളാഇനും തഫ്ഖീമാണ്. ഹഫീദ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين. فقالوا ربنا باعد بين أسفارنا وظلموا أنفسهم فجعلناهم أحاديث ومزقناهم كل ممزق إن في ذلك لآيات لكل صبار شكور. ولقد صدق عليهم إبليس ظن
يضلونه فاتبعوه إلا فريقا من المؤمنين وما كان له عليهم من سلطان إلا لنعلم من يؤمن بالآخرة ممن هو منها في شك وربك على كل شيء حفيظ.